നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഒട്ടേറെ വിവാഹ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ യുവതി ജയിലിൽ നിന്നിറങ്ങി വീണ്ടും തട്ടിപ്പ് തുടരുന്നു. മലപ്പുറം കൊണ്ടോട്ടി ചീക്കോട് പുളിക്കലക്കണ്ടി വെട്ടുപാറ ദേശത്ത് കുളമ്പലത്ത് മണ്ണാറയ്ക്കൽ വീട്ടിൽ വി ശാലിനി കേരളത്തിലെ വിവാഹ തട്ടിപ്പുകാരിൽ അഗ്രഗണ്യാണ്. ഒരു കേസിൽ പിടിക്കപ്പെട്ട് ജയിൽവാസം കഴിഞ്ഞിറങ്ങിയാൽ ഉടൻ വീണ്ടും തട്ടിപ്പ്. ഇതാണ് ശാലിനിയുടെ പ്രവർത്തന രീതി. അങ്ങനെ വീണ്ടും ശാലിനി കുടുങ്ങി. പത്രത്തിൽ വിവാഹ പരസ്യം നൽകി വിവാഹം ചെയ്ത് യുവാക്കളുടെ സ്വർണവും പണവും കവർന്ന് കടക്കുകയാണ് ശാലിനിയുടെ രീതി. ഒട്ടേറെ തവണ അറസ്റ്റിലായിട്ടും ശാലിനി ഈ പണി തുടരുകയാണ്. മലപ്പുറം കൊണ്ടോട്ടി ചീക്കോട്ട് കോളാമ്പലത്ത് മണ്ണാറയ്ക്കൽ വീട്ടിലാണ് നിലവിൽ ശാലിനിയുടെ താമസം. പത്രത്തിലെ വിവാഹ പരസ്യം കണ്ടു ഫോണിൽ വിളിക്കുന്നവരെ തന്ത്രപരമായി ഇവർ പറ്റിക്കും. ശാലിനി വിവിധ ജില്ലകളിലായി വിവാഹം കഴിച്ചത് 20-ലധികം പേരെയാണ്. ഇതിലൂടെ 200-ലേറെ പവൻ സ്വർണം അടിച്ചു മാറ്റിയിട്ടുള്ള ഇവർ ബാങ്ക് ജോലി വാഗ്ദാനം ചെയ്ത് കോട്ടയം മൂനിപ്പള്ളിയിൽ വെച്ച് പല യുവാക്കളിൽ നിന്നുമായി കബളിപ്പിച്ചെടുത്തത് 19 ലക്ഷം രൂപയായിരുന്നു. വിവാഹം കഴിച്ച് 2-3 ദിവസം മാത്രം ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്ന ഇവർ അതിനിടെ എല്ലാം അടിച്ചു മാറ്റി മുങ്ങുകയാണ് രീതി. വിവാഹ വാഗ്ദാനം നൽകി 42 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ശാലിനി ഇപ്പോൾ അറസ്റ്റിലായത്. കൽപ്പാത്തി സ്വദേശിയായ 53 വയസ്സുകാരൻ നൽകിയ പുനർവിവാഹ പരസ്യം കണ്ട് ഇദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ട് പല തവണയായി 42 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. മധ്യപ്രദേശിൽ ജോലി ചെയ്യുകയാണെന്നും വിധവയാണെന്നും പറഞ്ഞാണ് ശാലിനി 53-കാരനെ ബന്ധപ്പെട്ടത്. ഫോണിൽ സൗഹൃദം സ്ഥാപിച്ച ശേഷം സ്ഥിരം ജോലി കിട്ടാൻ പണം ആവശ്യമാണെന്ന് പറഞ്ഞായിരുന്നു പണം തട്ടിയത്. പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞു വിവാഹ തീയതി നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ നിശ്ചയിച്ച തീയതിയിൽ വരൻ വിവാഹത്തിന് ഒരുങ്ങിയെത്തിയെങ്കിലും യുവതി എത്തിയില്ല. ഇതോടെ പോലീസിനെ പരാതിയുമായി സമീപിക്കുകയായിരുന്നു. കേസിൽ കൂട്ടുപ്രതിയായ ശാലിനിയുടെ ജീവിത പങ്കാളി എന്ന് പറയപ്പെടുന്ന കുണ്ടുവമ്പാടം അമ്പലപ്പള്ളിയാലിൽ സരിൻകുമാർ മുൻപ് പിടിയിലായിരുന്നു. ഇരുവരും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. ഇവർ ഒട്ടേറെ വിവാഹ തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളത്ത് നിന്നാണ് ശാലിനി അറസ്റ്റിലായത്. ഇതിനു മുമ്പ് മജിസ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞ് വിവാഹമോചിതനായ പുതുപ്പള്ളി സ്വദേശിയാണ് ശാലിനി മുമ്പ് കബളിപ്പിച്ചിട്ടുള്ളത്. വിവാഹമോചിതനായ പുതുപ്പള്ളി സ്വദേശി സുധീഷ് ബാബു പത്രപരസ്യത്തിലൂടെയാണ് ശാലിനിയെ പരിചയപ്പെട്ടത്. 2019 മാർച്ചിൽ വാർണപ്പള്ളി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ച ശേഷമാണ് തട്ടിപ്പ് തിരിച്ചറിയുന്നത്. ആദ്യം മുതൽ യുവാവുമായി ഫോണിലൂടെ സംസാരിച്ചിരുന്ന ശാലിനി തിരുവനന്തപുരം മണ്ണന്തല സ്വദേശിയാണെന്നും ആദ്യ ഭർത്താവ് മരിച്ചുപോയതാണെന്നും പറഞ്ഞാണ് പരിചയപ്പെട്ടത്. LLB LLM ബിരുദങ്ങളുള്ള താൻ മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിരുന്നുവെന്നും മജിസ്ട്രേറ്റായി ജോലി കിട്ടിയതിനെ തുടർന്ന് രാജിവെച്ചെന്നും യുവാവിനോട് പറഞ്ഞിരുന്നു. ഇതിനിടെ യുവാവിന്റെ കയ്യിൽ നിന്ന് 3 പവന്റെ സ്വർണ്ണമാല വാങ്ങിയ ശാലിനി തിരിച്ച് 5 പവന്റെ സ്വർണ്ണമാല നൽകി വിശ്വാസം നേടി. തുടർന്ന് കഴിഞ്ഞ 5-ന് വാർണപ്പള്ളി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടന്നു. ഒരുമിച്ച് താമസിച്ചു വന്ന ഈ കാലയളവിൽ 6 പവന്റെ സ്വർണ്ണമാലയും ശാലിനി യുവാവിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് സ്വന്തമാക്കി. ഇരുവരും ഓച്ചിറ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ സുധീഷിന്റെ കൂട്ടുകാർ കാണുകയും ശാലിനിയെ തിരിച്ചറിയുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.